ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇത്തവണ നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ചെമ്മീൻ പത്തിരിയുടെ റെസിപ്പി നോക്കാട്ടോ. ഈ നോമ്പിന് എണ്ണയിലൊന്നും വറുത്ത് കോരാത്ത നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ കുറച്ച് കറിവേപ്പില, പിന്നെ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, മല്ലിയില, പുതിനയില, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ പുട്ടുപൊടി, പെരുംജീരകം, പിന്നെ ഒരു കപ്പോളം തേങ്ങ ചിരവിയതും, പിന്നെ നമ്മൾ ഈ ചെമ്മീൻ മഞ്ഞളും കുരുമുളകും ഉപ്പും ചേർത്ത് കായം തേച്ച് വെച്ചതാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് വേഗം തന്നെ ഇതൊന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും പിന്നെ നമ്മൾ കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചതും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം മസാല അത്യാവശ്യം ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെമ്മീൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 to 5 മിനിറ്റ് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് ഓവറായിട്ട് വേവിച്ച് വെക്കരുത്. ഒരു പാകത്തിനുള്ള വേവാവുന്നത് വരെ ഓൾമോസ്റ്റ് മാക്സിമം ഒരു 5 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വേവിച്ച് വെക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കാം. അതിന് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചിരവിയതിലേക്ക് അത്യാവശ്യത്തിന് പെരിഞ്ജീരകവും അതുപോലെ ചെറുള്ളി അല്ലെങ്കിൽ സവോള ചേർത്താലും മതി. ചെറുള്ളി ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അതും ചേർത്തതിന് ശേഷം നമുക്കിത് അത്യാവശ്യം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് അരച്ചെടുക്കാം. ഇനി ആ അരപ്പിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു മിക്സും കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്താൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി അത്യാവശ്യം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് വെള്ളം ഒട്ടും കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ വാഴൻ്റെലയിൽ അത്യാവശ്യം എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പത്തിരി അത്യാവശ്യം കട്ടിയിൽ തന്നെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ അറ്റത്തൊക്കെ അത്യാവശ്യം ഫില്ലാവുന്ന രീതിയിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഇതേപോലൊരു പത്തിരി വേറെ പരത്തിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാനുള്ള പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിച്ചെമ്പിലോട്ട് ഇറക്കി വെക്കാം കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റോളം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ പത്തിരി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു ചെമ്മീൻ പത്തിരി, ഇത് ചെമ്മീൻ മാത്രമല്ല വേറെ ഫിഷ് കൊണ്ടും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിവ്യൂ അറിയിക്കണം. അപ്പോൾ ഇതാ നോമ്പൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നോമ്പറക്കാനുള്ള പ്രിപ്പറേഷനിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളെ റിവ്യൂസ് നമ്മൾ അറിയിക്കണം കേട്ടോ.